بسم الله الحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد. നേരറിവിന്റെ മാർഗരേഖ വരച്ചു കാട്ടിയ ഗുരുനാഥന്മാർ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാധാരണക്കാരന്റെ അധികാരത്തെ വിലകുറച്ച് കാണരുത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി ഈ വാക്യത്തെ കൂടുതൽ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക്. ഈ വാക്യത്തിന്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദുരാടിമാർ ജനാധിപത്യ രാജ്യത്തിലെ ഒറ്റയാന്മാർക്ക് ചെയ്യാൻ എന്ന വിഷയത്തിലേക്ക് നമ്മൾ വഴി നടത്തുന്നത്. പ്രധാനമായും ദുരാഠ്യവും മറ്റു ഒറ്റയാൻ പോരാളികളും എന്തുകൊണ്ടാണ് നമ്മുടെ ചർച്ചാ വിഷയമാകുന്നത്? പുതിയ കാലത്ത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂട കോർപ്പറേറ്റുകളുടെ വായ്ത്തുപാട്ടുകൾ പാടുന്ന മാധ്യമങ്ങൾ ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങളെ മറക്കുക, അവഗണിക്കുക മാത്രമല്ല, ഭരണകൂട നെഗറ്റീവുകളുടെ പ്രചാരകരായി നിലകൊള്ളുന്ന നിലപാടുമായി മുന്നോട്ട് പോയപ്പോ സമാന്തരമായ സത്യസന്ധമായ സമാന്തര മാധ്യമ പ്രവർത്തനത്തിന് നമ്മുടെ ഈ ശിഷ്യ ഇന്ത്യ രാജ്യത്ത് വലിയ ഇടമുണ്ടാക്കിയിട്ടുണ്ട്. അതിനാലാണ് ദുരാഠ്യവും ആകാശ് ബാനർജിയും നിതീഷ് കുമാറും തുടങ്ങിയ ഒട്ടനവധി ഒറ്റയാൻ പോരാളികൾ നമ്മുടെ ചർച്ചയിലേക്ക് കടന്നു വന്നത്. ഇവർ യഥാർത്ഥത്തിൽ വൺ മാൻ ചേഞ്ച് ദിസ് വേൾഡ്, അഥവാ ഒറ്റയാൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന ജോൺ ലൈനിന്റെ വാക്കുകളുടെ അർത്ഥ ഗാംഭീര്യതയെ ചൂണ്ടിക്കാണിക്കുന്നവരായിരുന്നു. കാരണം രാജ്യത്തിലെ പരകോടി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നതിലൂടെ സർക്കാരിന്റെ നയങ്ങളാണ് കുറ്റവാളികളെന്ന് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ദുറാഠി എന്ന ചെറുപ്പക്കാരനിലൂടെ. ഇതുകൊണ്ടാണ് തങ്ങളുടെ ലോക്സഭാ സാമാജികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് കേവല ഭൂരിപക്ഷത്തിന്റെ 32 സീറ്റുകൾക്കകലെ തങ്ങൾ വീണുപോയതെന്ന് ഭരണകക്ഷികൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് പുറത്താകയാൽ മറ്റു ഡിജിറ്റൽ മാധ്യമ രംഗത്ത് മറ്റു പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങൾക്കാൾ വ്യത്യസ്തമായി കുറെ കൂടെ സ്വയംഭരണാവകാശം നിലനിൽക്കുന്നുണ്ട്. ഈ അവകാശങ്ങളെ ഉപയോഗപ്പെടുത്തി മുഖ്യധാരാ വാർത്താ ചാനലുകൾ, മാധ്യമങ്ങൾ അവഗണിക്കുന്ന വിഷയങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും സർക്കാരിന്റെ മുഖത്തു നോക്കി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഡിജിറ്റൽ മാധ്യമങ്ങൾ കളമ്പാനിടുന്ന ഈ കാലഘട്ടത്ത് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബില്ല് പോലുള്ളവയിലൂടെ അവശേഷിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ഇടങ്ങളെ കൂടെ കവർന്നെടുക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും 2021 സർക്കാർ കൊണ്ടുവന്ന IT റൂൾസ്, അത് പ്രകാരമുള്ള കോഡ് ഓഫ് എത്തിക്സ് പിന്തുടരണമെന്നത് അതിന്റെ വിവാദമുഖത്തെത്തിയപ്പോ ബോംബെ ഹൈക്കോടതിയും പിന്നീട് ഇവിടെ കേരള ഹൈക്കോടതി മാധ്യമ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ടും അതിനെ സ്റ്റേ ചെയ്തത്. പ്രകാരമുള്ള നിയമങ്ങൾ ഇനിയും നീതിപീഠത്തിന് മുമ്പിൽ തോറ്റ് അമർന്നു പോകുമെന്നതിന്റെ പ്രതീക്ഷകളാണ്. ഇതങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, ഈ നിയമത്തിന് വിധി ഇങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ കൊല്ലുക എന്നാണ് നമ്മൾ അതിനെ അർത്ഥമാക്കേണ്ടത്. ഇന്ത്യയിലും ജർമ്മനിയിലുമായി താമസിക്കുന്ന ധ്രുവ് തന്റെ സഹ യൂട്യൂബറായ ആകാശ് ബാനർജിക്ക് നൽകുന്ന ഒരു അഭിമുഖമുണ്ട്. അതിൽ അദ്ദേഹം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു വെക്കുന്നത്, പല പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങളും തങ്ങളുടെ കൃത്യനിർവഹണം നടത്താത്ത ഈ കാലഘട്ടത്തിൽ പൊതു താല്പര്യവും രാജ്യസ്നേഹവും മുൻനിർത്തിക്കൊണ്ടാണ് താൻ മാധ്യമ പ്രവർത്തനം നടത്തുന്നതെന്നാണ്. അതോടൊപ്പം ഭരണകൂടത്തിന്റെ നിരന്തരമായ വേട്ടയാടലുകൾ മൂലം തങ്ങളുടെ നിഷ്പ്രഭരാകുമെന്നതിന്റെ ആ വസ്തുതയെ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട്. എന്നിരുന്നാലും വളരെ പക്വമായ ഭാഷയിൽ ജനങ്ങളെ തിരുത്തുവാനുള്ള കഴിവ്, ഇനിയും ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കാനുള്ള യുവസമൂഹത്തിനൊരു ദൈക്ഷണികമായ ഊർജം പകരലാണ്. ഈ ഊർജത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ഒരുപാട് ദുറാഠിമാരും ആകാശ് ബാനർജിമാരും നമ്മുടെ ഇന്ത്യയിൽ, ഈ സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ ഉയർന്നു വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.